വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എമി ആൻഡ് മീ. ഇത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എമി? ക്രിക്കറ്റ് കളി കാണാൻ. ആരെയാണ് കളി? അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഫൈസൽ ഖാന്റെ ക്രിക്കറ്റ് ടൂർണമെന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ലാസ്റ്റ് ഫൈനലാണ്. അപ്പോൾ എല്ലാവർക്കും പോയി ഒന്ന് കണ്ടിട്ട് വരാം. അതിന്റെ ഇടയിൽ നമുക്ക് വിനീത് അങ്കിളിനെയും പിന്നെ ഷെഫീഖ് അങ്കിളിനെയും ഒക്കെ കൂട്ടിയിട്ട് വേണം പോകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പോയി ട്ടുള്ള വീഡിയോസ് കാണിച്ചു തരാം. ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. എപ്പോഴും ഉള്ളതുപോലെ തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് ഉള്ളത്. ചിലപ്പോൾ ഫൈനൽ കളിയും കഴിഞ്ഞിട്ടുണ്ടാവണം. എന്തായാലും നമുക്ക് പോയി അവരുടെ ആഘോഷങ്ങളും എന്തായാലും ജയിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അതൊക്കെ കാണാം ട്ടാ. ടൂർണമെൻറ്റ് നടക്കുന്നത് കിസൈസിലാണ്. ഞാൻ ഇതുവരെ ടൂർണമെൻറ്റ് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ദുബായിലുള്ള സംഭവങ്ങൾ നാട്ടിൽ നമ്മൾ കാണലുണ്ടല്ലോ. ദുബായിലത്തെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് സെറ്റപ്പ് എന്നുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ക്രിക്കറ്റ് കളി കാണാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്തുമ്പോഴേക്കും കളിയൊക്കെ കഴിഞ്ഞ് ഫൈനലും കഴിഞ്ഞ് സെമി ഫൈനലും കഴിഞ്ഞ് ഫൈനലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ഫൈസൽ ഖാനെയാണ് നമ്മൾ കണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു കളിയൊക്കെ കഴിഞ്ഞത്. സത്തൊക്കെ വിചാരിച്ചത് കുറച്ചും കൂടിയും ടൈം എടുക്കും, നല്ല ടൈം എടുത്തിട്ട് അധികവും കയ്യൽ. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, നല്ല പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അവർ നല്ല ആഘോഷ പ്രകടനങ്ങളൊക്കെ കാണാൻ പറ്റിയില്ല, അതും കഴിഞ്ഞു. പിന്നെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് വേറെ ഏതോ ടീമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ച് നേരം ഇതൊക്കെ കാണാം അല്ലേ. ഞാൻ പണ്ടൊക്കെ ആയിരുന്നു ഇക്കാക്കമാരെ കൂടെ ഇങ്ങനെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ കൂടെ നിൽക്കലുണ്ടായിരുന്നു. അപ്പോഴൊക്കെയാണ് പിന്നെ ക്രിക്കറ്റിനോടുള്ള ഭ്രമവും ഒന്നും ഇപ്പോൾ ഇല്ല. കാരണം എന്താ എന്നറിയില്ല. പക്ഷെ എന്നാലും ക്രിക്കറ്റോ ഫുട്ബോളോ ഒന്നും കളിക്കാനോ കാണാനോ ഒന്നിനും പോക്കില്ല. പക്ഷെ ഇതിപ്പോൾ കാണുമ്പോൾ പണ്ടത്തെ നൊസ്റ്റു കയറി വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന ഒരു വലിയ ട്രോഫിയാണ് ഈ കാണുന്നത്. നമ്മുടെ ഫൈസൽക്ക് തന്നെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന് പറയുന്നതും. അപ്പോൾ നമ്മളെ ഫൈസൽ ഖാൻ ഇതാണ് നമ്മളെ ഫൈസൽ ഖാൻ. സന്തോഷഭരിതനായിരിക്കുകയാണ്. ഇതൊക്കെ ഓരോരോ ജയിച്ച ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. എല്ലാ ബാറ്റ്സ്മാന് പിന്നെ ബോളർ അങ്ങനെ പല പല കാറ്റഗറിയിലിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള ഓരോ പ്രൈസാണ് ഈ കാണുന്നത്. നമ്മളെ എമിക്കുട്ടി ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിപ്പാണ്. എല്ലാതും ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. ഇതിൽ എവിടെ ഫൈസൽ അങ്കിളിൻ്റെ ട്രോഫി എന്നാണ് അവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ 2 തരുണിമണികൾ പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എല്ലാവരും ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി അവർ ആ ഗ്രൗണ്ടിൽ കയറി കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇബുവിൻ്റെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനെ ബോൾ എറിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് കൊള്ളേണ്ടത്? ബോള് മാത്രമേ എറിയാൻ പാടുള്ളൂ, അടിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ രീതി അല്ലേ ഇബു? അടിക്കാൻ എനിക്കൊക്കെ അടിക്കാൻ കൊടുക്കാൻ പാടില്ല, അപ്പോൾ തോറ്റു പോകും. അങ്ങനെ നമ്മളെ എല്ലാ ടീമും എല്ലാ ആൾക്കാരും വന്ന് നിൽക്കുകയാണ്. കളിക്കുന്ന എല്ലാവർക്കും വന്ന് നിൽക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള പ്രൈസ് ഇവർ കൊടുക്കുന്നുണ്ട്. ചെറിയ സമ്മാനമാണെങ്കിലും വലിയ സമ്മാനമാണെങ്കിലും അവരുടെ അത്രയും എഫേർട്ട് എടുത്ത് അവർ കളിക്കുകയാണല്ലോ. അതിനുള്ള ഓരോ ഇത് കിട്ടുമ്പോൾ അത് വേറെ തന്നെ ഒരു സന്തോഷമാണ്. അങ്ങനെ കുറേ പേരെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാത്തിരുന്ന ആളെ വിളിച്ചു, നമ്മുടെ ഫൈസൽ ഖാനെ. ഫൈസൽ ഖാൻ നമ്മുടെ ഇന്നത്തെ വിന്നിങ് ക്യാപ്റ്റനാണ്. അപ്പോൾ മൂപ്പരിക്കുള്ള അവാർഡാണ് കൊടുക്കുന്നത്. ഈ അങ്കിളിനെ കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക എന്തൊക്കെയോ തോന്നിയത്. കാരണം കളി ഒരു ഹരമാക്കി, വേറൊരു ക്യാപ്റ്റനാണെന്ന് തോന്നുന്നു മൂപ്പര് കളി ഒരു ഹരമാക്കി കൊണ്ട് നടന്ന് ഇത്രയും വയസ്സായിട്ടും മൂപ്പരത് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അതും നമ്മുടെ നാട്ടിലോ ഒന്നുമല്ല,
ദുബായിൽ എല്ലാവരും എന്താ പറയുക ജോലി കഴിഞ്ഞ് അതിന് ഒരു സമയം കണ്ടെത്തി ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അത് ഭയങ്കര ഒരു ആൾക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും ഇത്. പിന്നെ കുറേ വീഡിയോസ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മടുപ്പ് വരുമല്ലോ. ഇതാണ് നമ്മുടെ ഫൈസൽ ഖാൻ്റെ ടീമാണ് ഇത്. അവർ വിൻ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അവർ കുറേ പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു സംഭവം അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞറിയിക്കാതെ സന്തോഷം അവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയി ഫുഡ് അടിക്കാനാണ്. ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരോടും ബായ്.